വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പുൽവാമ സ്ഫോടനത്തിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധം. പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയ വാഗ്ദാനം വിട്ട് കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചു നിൽക്കെ അമിത്ഷാ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞതാണ് വിമർശനത്തിന് ഇടയാക്കിയത്. ആക്രമണത്തിന് മറുപടി നൽകുമെന്നും കോൺഗ്രസ് അല്ല ഇപ്പോൾ ഭരിക്കുന്നതെന്നുമായിരുന്നു അമിത്ഷായുടെ വാക്കുകൾ. ജവാന്മാരുടെ ജീവനേക്കാൾ രാഷ്ട്രീയമാണ് ബിജെപിക്ക് വലുതെന്ന് എ.കെ. ആന്റണി വിമർശിച്ചു. രഹസ്യാന്വേഷണ മുന്നറിയിപ്പുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ മുൻകരുതൽ എടുത്തില്ലെന്ന് മമതാ ബാനർജിയും പറഞ്ഞു. 40 ജവാന്മാരുടെ ജീവനെടുത്ത സ്ഫോടനത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ലെന്ന സർവകക്ഷി യോഗത്തിലെ തീരുമാനത്തിന് വില കൽപ്പിക്കാതെ ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. ആസാമിൽ യുവമോർച്ച സമ്മേളനത്തിൽ സംസാരിച്ച അമിത്ഷാ പുൽവായ സ്ഫോടനത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച് രംഗത്തെത്തി. സ്ഫോടനത്തിന് മറുപടി നൽകാതിരിക്കാൻ കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലെന്നായിരുന്നു ഷായുടെ വാക്കുകൾ. പാർലമെന്റിലെ സർവകക്ഷി യോഗത്തിൽ പോലും പ്രതിപക്ഷ പാർട്ടികൾ കാശ്മീർ വിഷയത്തിൽ സേനയ്ക്കും സർക്കാരിനും പിന്തുണ നൽകിയിരുന്നു. ഒരേ സ്വരത്തിൽ സംസാരിക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തിലെ വരികൾ. പക്ഷേ അതിനെതിരെ അമിത്ഷാ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയത് വിമർശനത്തിനിടയാക്കി. ജവാന്മാരുടെ ജീവനേക്കാൾ ബിജെപി രാഷ്ട്രീയത്തിനാണ് വില കൊടുക്കുന്നതെന്ന് എ.കെ. ആന്റണി വിമർശിച്ചു. ഈ രാജ്യം മുഴുവൻ വേദനിക്കുന്ന, ഞെട്ടിയിരിക്കുന്ന, ഞടുങ്ങിയിരിക്കുന്ന അവസരത്തിൽ രാഷ്ട്രീയ തർക്കത്തില്ലെന്ന് പറഞ്ഞു. നിർഭാഗ്യവശാൽ പ്രധാനമന്ത്രിയും ബിജെപിയുടെ പ്രസിഡന്റും ഇന്നലെയും രാഷ്ട്രീയം പറയുകയാണ്. ഇന്നലെയും കോൺഗ്രസിനെ അധിക്ഷേപിക്കുകയാണ്. അവർക്ക് നഷ്ടപ്പെട്ട സൈനികരുടെ ജീവനേക്കാൾ, അവരുടെ ചോരയേക്കാൾ അവർക്ക് പ്രധാനം ഈ സന്ദർഭത്തിലും രാഷ്ട്രീയമാണ്. ഇതിനു പിന്നാലെ പുൽവാമ ആക്രമണത്തിൽ സംശയം പ്രകടിപ്പിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സ്ഫോടനമുണ്ടായത് സംശയമുണർത്തുന്നു. ഈ മാസം 8-ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടും കേന്ദ്ര സർക്കാർ മുൻകരുതലെടുത്തില്ലെന്നും മമത വിമർശിച്ചു. സ്ഫോടനം കഴിഞ്ഞ തൊട്ടടുത്ത നാൾ മാധ്യമങ്ങളെ കണ്ട മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും രാഹുൽ ഗാന്ധിയും രാഷ്ട്രീയം പറയുന്നില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. 40 ജവാന്മാർ വീരചരമം പ്രാപിച്ചിരിക്കെ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് പ്രസക്തിയില്ലെന്നാണ് നിലപാട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സിബിഐ ഇടക്കാല ഡയറക്ടറായി നാഗേശ്വര റാവുവിനെ നിയമിച്ചത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ഇടക്കാല ഡയറക്ടർമാരെ നിയമിക്കുന്നതിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. ഇന്നലെയായിരുന്നു വിധി പറയാൻ തീരുമാനിച്ചത്. എന്നാൽ ബെഞ്ചിലെ അധ്യക്ഷൻ ജസ്റ്റിസ് അരുൺ മിശ്ര അവധിയായതിനെ തുടർന്ന് വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. സിബിഐ ഡയറക്ടറായിരുന്ന അലോക് വർമ്മയെ മാറ്റി ഇടക്കാല ഡയറക്ടറായി നാഗേശ്വർ റാവുവിനെ നിയമിച്ചത് ചോദ്യം ചെയ്ത് കോമൺ കോസ് നൽകിയ ഹർജിയിലാണ് കോടതി ഇന്ന് വിധി പറയുക. ഇന്നലെയായിരുന്നു വിധി പറയാൻ തീരുമാനിച്ചത്. എന്നാൽ ബെഞ്ചിന്റെ അധ്യക്ഷനായ ജസ്റ്റിസ് അരുൺ മിശ്ര അവധിയായതിനെ തുടർന്ന് വിധി പ്രസ്താവം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. സിബിഐ ഡയറക്ടർ നിയമനം നടത്തുന്ന സെലക്ട് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ ഇടക്കാല ഡയറക്ടറെ നിയമിക്കരുത്. ഇടക്കാല ഡയറക്ടർമാരുടെ നിയമനത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ. സുതാര്യതയിൽ സംശയമുണ്ടെങ്കിൽ വിവരാവകാശ രേഖ പ്രകാരം നിയമനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായാമെന്നും വിവരം ലഭിക്കുന്നില്ലെങ്കിൽ അപ്പീൽ നൽകാമെന്നുമായിരുന്നു വാദം കേൾക്കവെ കോടതിയുടെ പരാമർശം. ഒക്ടോബർ 23-നായിരുന്നു നാഗേശ്വർ റാവുവിനെ കേന്ദ്ര സർക്കാർ സിബിഐ ഇടക്കാല ഡയറക്ടറായി നിയമിച്ചത്. പിന്നീട് ജനുവരി 10-ന് സിബിഐ ഡയറക്ടറായിരുന്ന അലോക് വർമ്മയെ സെലക്ഷൻ കമ്മിറ്റി പുറത്താക്കിയതോടെ നാഗേശ്വർ റാവു വീണ്ടും ഇടക്കാല ഡയറക്ടറായി തുടർന്നു. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഉൾപ്പെടെ 3 ജഡ്ജിമാർ കേസിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് പിന്മാറിയതും കേസുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് ഭൂഷൺ നടത്തിയ പ്രസ്താവനകൾക്കെതിരെ സുപ്രീം കോടതി അലക്ഷ്യ നോട്ടീസ് നൽകിയതും ഉൾപ്പെടെ പല വിവാദങ്ങൾക്കും കേസ് വഴിവെച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗവർണർ പദവി അവഹേളിച്ച് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ. ഗവർണർ നിയമനം രാഷ്ട്രീയ തീരുമാനമാണെങ്കിലും പദവിയിലെത്തിയാൽ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് പ്രവർത്തിക്കുക എന്ന കീഴ്വഴക്കം RSS പരിപാടിയിൽ പങ്കെടുത്ത് ലംഘിച്ചിരിക്കുകയാണ് കുമ്മനം. ഗവർണർ പദവിയുടെ സർവ്വമര്യാദകളും കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച തൃശൂർ ചാവക്കാട് സംഘടിപ്പിച്ച RSS പരിപാടിയിൽ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പങ്കെടുത്തത്. മത്സ്യത്തൊഴിലാളി സംഘം എന്ന പരിവാർ സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ നിർണായക സ്ഥാനമുള്ള ഗവർണർ പദവിയെ കുമ്മനം രാജശേഖരൻ അവഹേളിച്ചത്. കേരളത്തിൽ ഇതിനു മുമ്പും ഒരു ഗവർണറും ഇത്തരത്തിൽ രാഷ്ട്രീയ സംഘടനാ പരിപാടികളിൽ പങ്കെടുത്ത് ചരിത്രമില്ല. ഗവർണർ നിയമനങ്ങൾക്ക് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഇഷ്ടങ്ങളും താൽപര്യങ്ങളും പരിഗണിക്കപ്പെടാറുണ്ടെങ്കിലും ഗവർണർ പദവിയിലെത്തിയാൽ ഏതൊരു വ്യക്തിയും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കാണ് പ്രാധാന്യം നൽകുക. എന്നാൽ ഇന്നും പഴയ RSSകാരന്റെ നിലപാടിൽ തന്നെയാണ് കുമ്മനം. രാജ്യത്തിന്റെ ഭരണഘടനാ പദവികൾ സങ്കുചിത രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുകയും അതിന്റെ അന്തസ്സ് തകർക്കുകയുമാണ് കുമ്മനം രാജശേഖരനെ പോലുള്ളവർ എന്ന് സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ ആരോപിക്കുന്നു.
ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയും എൻസിപിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. രാജ്യത്തിന്റെ വ്യാപാര കേന്ദ്രമായി അറിയപ്പെടുന്ന മഹാരാഷ്ട്രയിൽ നിന്നാണ് കഴിഞ്ഞ 4 വർഷത്തിനിടെ രാജ്യത്തെ വലിയ കർഷക പ്രക്ഷോഭങ്ങൾ രൂപപ്പെട്ടത്. പരസ്പരം പോരടിച്ചു നിന്ന് ശിവസേനയും ബിജെപിയും അവസാന നിമിഷം കൈകോർക്കുമ്പോൾ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചാണ് എൻസിപിയുടെ പ്രതിരോധം. 2019 2 തെരഞ്ഞെടുപ്പുകളെ നേരിടുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മെയ് മാസം ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും. കേന്ദ്രം ഭരിക്കുന്നവർക്ക് അനുകൂലമായി നിയമസഭയിലും വോട്ട് ചെയ്ത ചരിത്രമാണ് എപ്പോഴും മഹാരാഷ്ട്ര സംസ്ഥാനത്തിനുള്ളത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 48 സീറ്റിൽ 23 സീറ്റിലും ബിജെപി വിജയിച്ചപ്പോൾ 18 സീറ്റ് സഖ്യകക്ഷിയായ ശിവസേന കരസ്ഥമാക്കി. 26 സീറ്റ് വരെയുണ്ടായിരുന്ന കോൺഗ്രസ് 2 സീറ്റിലും എൻസിപി 4 സീറ്റിലും ഒതുങ്ങി. 2019 പ്രധാനമന്ത്രി പദം സ്വപ്നം കാണുന്നവരിൽ പ്രമുഖനാണ് എൻസിപി സ്ഥാപകൻ ശരത് പവാർ. കഴിയുന്നത്ര സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നിന്നും പാർട്ടി കണക്കിൽ ചേർക്കാനുള്ള തന്ത്രങ്ങൾ പവാർ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ മത്സരിക്കുന്നില്ലെങ്കിലും പ്രധാനമന്ത്രി പദം കയ്യെത്തും ദൂരത്തെത്തിയാൽ പവാറും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങും. എൻസിപിയുടെ മുഖ്യ എതിരാളിയായ ശിവസേനയുടെ ഉദ്ധവ് താക്കറേക്കുമുണ്ട് കുറെ ദില്ലി മോഹങ്ങൾ. എൻഡിഎ കക്ഷിയാണെങ്കിലും മോദിയുടെ അപ്രമാദിത്വത്തിൽ ശിവസേന മുങ്ങിപ്പോയതിന്റെ ദേഷ്യം മുഴുവൻ എൻഡിഎക്കുള്ളിൽ നിന്ന് ബിജെപിയുടെ വിമർശക റോൾ വഹിച്ച് ഉദ്ധവ് ഭംഗിയാക്കിയിരുന്നു. 2014 കേന്ദ്രമന്ത്രിയാകാൻ ശിവസേന ദില്ലിക്ക് വിട്ട നേതാവിനെ അവസാന നിമിഷം മടക്കിയയച്ച് സുരേഷ് പ്രഭുവിനെ റെയിൽവേ മന്ത്രിയാക്കി മോദി നടത്തിയ നീക്കം ഉദ്ധവ് മറന്നിരിക്കാൻ സാധ്യതയില്ല. അതുവരെ ശിവസേന നേതാവായിരുന്ന സുരേഷ് പ്രഭുവിന് ബിജെപിയിൽ അംഗത്വവും നൽകി. ഛത്രപതി ശിവജിയുടെ കൂറ്റൻ പ്രതിമ മുംബൈ തീരങ്ങളിൽ സ്ഥാപിച്ച് ശിവസേനയുടെ വോട്ട് ബാങ്ക് ബിജെപി തട്ടിയെടുക്കുന്നുവെന്ന സംശയവും ഉദ്ധവിനുണ്ട്. പക്ഷെ ഭിന്നിച്ചു നിന്നാൽ രാഷ്ട്രീയ അടിത്തറ തകരുമെന്ന തിരിച്ചറിവിൽ ഇരുവരും ഒരുമിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടാനാണ് തീരുമാനം. ദേവേന്ദ്ര ഫഡ്നാവിസ് സർക്കാരിനെതിരായ ജനവികാരമാണ് ബിജെപി നേരിടുന്ന പ്രധാന പ്രശ്നം. രാജ്യത്തെ ഇളക്കിമറിച്ച കർഷക പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. സമീപ സംസ്ഥാനങ്ങളായ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ബിജെപി ഭരണങ്ങളെ വലിച്ചു താഴെയിട്ട കർഷക പ്രതിഷേധം ബിജെപി പ്രതീക്ഷകളെ പേടിപ്പിക്കുന്നു. കാർഷിക കടങ്ങൾ, തൊഴിലില്ലായ്മ, വർദ്ധിക്കുന്ന പെട്രോൾ വിലയൊക്കെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ്. 2 വർഷം മുമ്പുണ്ടായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരപ്രദേശങ്ങളിലെ സീറ്റുകളും പാർട്ടിക്ക് നഷ്ടമായി. അതേസമയം മറുപക്ഷത്ത് എൻസിപിയും കോൺഗ്രസും തമ്മിൽ നിലവിൽ പ്രശ്നമില്ല. 18.03% വോട്ട് ബാങ്ക് കോൺഗ്രസിനും 17.2% എൻസിപിക്കുമുണ്ട്. സീറ്റിൽ വലിയ അന്തരം വന്നെങ്കിലും ബിജെപിയുമായി 8% വ്യത്യാസം മാത്രമാണ് കോൺഗ്രസിനുള്ളത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇരട്ട കൊലപാതകത്തെ തുടർന്ന് കാസർഗോഡ് പെരിയയിൽ കോൺഗ്രസ് പ്രവർത്തകർ വ്യാപക ആക്രമണം നടത്തി. വിലാപയാത്ര കടന്നുപോയതിനു പിന്നാലെ സിപിഎം അനുഭാവികളുടെ വീടുകൾ, കടകൾ, വാഹനങ്ങൾ, പാർട്ടി സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് സംഘം ചേർന്നുള്ള ആക്രമണമുണ്ടായത്. കൊലപാതകത്തിലെ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും സണ്ണി ജോസഫ് ചേരുന്നു. സണ്ണി, ഇപ്പോൾ ഏതു രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? പ്രതികളെപ്പറ്റി ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭ്യമായോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെ? ജീന, മിനിഞ്ഞാന്ന് ഞായറാഴ്ച രാത്രിയാണ് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അജ്ഞാത സംഘത്തിന്റെ വെട്ടേറ്റ് കാസർഗോഡ് പെരിയ ഗ്രാമപഞ്ചായത്തിലെ കല്യോട്ട് കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്ന് അന്ന് തന്നെ ആക്രമണങ്ങൾ വ്യാപകമായി ആരംഭിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് ഇവരുടെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വിലാപയാത്ര പെരിയയിൽ നിന്നും കല്യോട്ടേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ അക്രമത്തിലേക്കും തിരിഞ്ഞു. അതിന് തൊട്ടു മുമ്പ് തന്നെ കെ സുധാകരൻ, കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സുധാകരൻ ഫേസ്ബുക്കിൽ ഒരു ആഹ്വാനം നൽകിയിരുന്നു. ഈ കൊലപാതകത്തെ ഏതർത്ഥത്തിലും പ്രതിഷേധിക്കണം, ഏത് വികാര പ്രകടനത്തോടെയും ശക്തമായ പ്രതിഷേധം ഉയർത്തണം, എന്ത് ചെയ്താലും പാർട്ടിയുടെ സംരക്ഷണം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടാവും എന്നുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം അക്ഷരാർത്ഥത്തിൽ അണികൾ ഏറ്റെടുക്കുകയായിരുന്നു. നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് സിപിഎമ്മിന്റെ വിവിധ സ്ഥാപനങ്ങൾക്ക് നേരെ തിരിഞ്ഞത്. സഹകരണ സ്ഥാപനങ്ങളെ പോലും ഒഴിവാക്കിയില്ല. സിപിഎം അനുഭാവികളുടെയും അല്ലാത്തവരുടെയും വീടുകൾക്ക് നേരെയും അക്രമികൾ തിരിഞ്ഞു. കടകൾ തീയിട്ടു, വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായി.
CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന പെരിയയിലെ AKG മന്ദിരം ആക്രമിച്ചു. അതിലുണ്ടായിരുന്ന ഗ്രന്ഥാലയം തീയിട്ട് നശിപ്പിച്ചു. തൊട്ടടുത്തുള്ള റെഡ് സ്റ്റാർ സ്പോർട്സ് ക്ലബിന് നേരെ ആക്രമണം ഉണ്ടായി. വനിതാ കോപ്പറേറ്റ് സൊസൈറ്റി ആക്രമിച്ചു. ഇങ്ങനെ വ്യാപകമായ വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധത്തിന്റെ പേരിൽ വരുത്തിവെച്ചിട്ടുള്ളത്. പോലീസ് സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും ഈ അക്രമികളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു അത്രയധികം വലിയൊരു സാഹചര്യമാണ് നിലനിന്നിരുന്നത്. പ്രത്യേകിച്ച് വിലാപയാത്ര നടന്നു പോകുന്ന സാഹചര്യമായതിനാൽ ഇന്നിപ്പോൾ രാവിലെ CPM-ന്റെയും ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കളും അതുപോലെ ജനപ്രതിനിധികളെല്ലാം അക്രമം നടന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അക്രമം വ്യാപകമായതിനെ തുടർന്ന് പോലീസ് കർക്കശ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസിനെ പെരിയയിലും പരിസര പ്രദേശങ്ങളിലും വിന്യസിപ്പിച്ചിട്ടുണ്ട്. IG കണ്ണൂർ റേഞ്ച് IG-യുടെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘവും സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സ്ഥലത്തുണ്ട്. അതോടൊപ്പം തന്നെ അന്വേഷണവും ഊർജിതമായി തുടരുകയാണ്. രാഷ്ട്രീയത്തിന്റെ മുഖം നോക്കാതെ ശക്തമായ നടപടികളുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികളെ എത്രയും വേഗം പിടികൂടാൻ അദ്ദേഹം പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് രണ്ടുപേരെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരുന്നു. പക്ഷെ എത്രമാത്രമാണ് ഇവർക്ക് ഈ ആക്രമണത്തിലുള്ള പങ്കാളിത്തം എന്നതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. മറ്റു പ്രതികൾ ജില്ല വിട്ട് പുറത്തേക്ക് പോകുന്നത് തടയാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കർണാടക പോലീസിന്റെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മൃതദേഹങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും എല്ലാ സാന്നിധ്യത്തിൽ അവരുടെ വീടിന് സമീപമുള്ള ഒരേ സ്ഥലത്ത് രണ്ടുപേരുടെയും ഒന്നിച്ച് തൊട്ടടുത്തായി സംസ്കരിക്കുകയാണ് ഇന്നലെ ഉണ്ടായത്. ഇപ്പോൾ ഇന്ന് പുലർച്ചയ്ക്ക് ശേഷം കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജീന, ശരി, വിവരങ്ങളാണ് സണ്ണി ജോസഫ് നൽകിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത്ലാൽ എന്നിവർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു. ക്രൈംബ്രാഞ്ച് DYSP നേതൃത്വം നൽകുന്ന പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പെരിയ കല്യോട്ട് സംസ്കരിച്ചു. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് പെരിയ കല്യോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത്ലാൽ എന്നിവർ റോഡിൽ അജ്ഞാത സംഘത്തിന്റെ വെട്ടേറ്റ് മരിച്ചത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ഇരുവരും മരണപ്പെട്ടു. കല്യോട് നേരത്തെയുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിന്റെ തുടർച്ചയായി CPIM നടത്തിയ കൊലയാണിതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ സംഭവത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്നും ആരെങ്കിലും ഉൾപ്പെട്ടതായി കണ്ടെത്തിയാൽ സംരക്ഷിക്കില്ലെന്നും കുറ്റവാളികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. കേസന്വേഷിക്കുന്ന പ്രത്യേക സംഘം രണ്ടുപേരെ ഇതിനകം കസ്റ്റഡിയിലെടുത്തതായി പോലീസ് ഇൻഫർമേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രമോദ് കുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞു. കേസിൽ ഇതുവരെ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ ഉൾപ്പെട്ടു എന്ന് കരുതുന്ന 2 മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി, അഡീഷണൽ ജില്ലാ പോലീസ് സൂപ്രണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവർ സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP M പ്രദീപ് കുമാർ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായി പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. അതിൽ കാസർഗോഡ് DCRB DYSP ജെയ്സൺ K അബ്രഹാം, സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് DYSP K ഹരീഷ് ചന്ദ്ര നായിക്, ആദൂർ ഇൻസ്പെക്ടർ മാത്യു MA, ബേക്കൽ ഇൻസ്പെക്ടർ വിശ്വംഭരൻ PK, ക്രൈംബ്രാഞ്ച് DYSP രഞ്ജിത്ത്, ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ റഹീം എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് കർണാടക പോലീസിന് സഹായം അഭ്യർത്ഥിച്ച് അവരുമായി സംസ്ഥാന പോലീസ് മേധാവി ബന്ധപ്പെട്ടിട്ടുണ്ട്. കേസ് അന്വേഷണത്തിനും പ്രതികളെ പിടിക്കുന്നതിനുമായി എല്ലാ സഹായവും കർണാടക പോലീസ് ഉറപ്പു നൽകിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കണ്ണൂർ റേഞ്ച് IG ബൽറാം കുമാർ ഉപാധ്യായയും സംഭവസ്ഥലം സന്ദർശിച്ചു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കൂടുതൽ പോലീസ് സേനയെ കാസർഗോഡ് ജില്ലയിൽ നിയോഗിച്ചിട്ടുണ്ട്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് UDF-ഉം യൂത്ത് കോൺഗ്രസും ആഹ്വാനം ചെയ്ത ഹർത്താൽ കാസർഗോഡ് ജില്ലയിൽ സമാധാനപരമായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മൃതദേഹങ്ങൾ വിലാപയാത്രയായാണ് സ്വദേശത്തേക്ക് കൊണ്ടുവന്നത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വർക്കിംഗ് പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും ആദരാഞ്ജലി അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവം അത്യന്തം ദൌർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. ഊർജിതമായ അന്വേഷണം നടത്തി പ്രതികളെ മുഴുവൻ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് ഹർത്താലിൽ സംസ്ഥാനത്തുടനീളം വ്യാപക അക്രമം. കെഎസ്ആർടിസി ബസിന് നേരെ വ്യാപക കല്ലേറുണ്ടായി. പലയിടത്തും കെഎസ്ആർടിസി സർവീസ് നിർത്തിവെച്ചു. തുറന്നുകിടന്ന കടകമ്പോളങ്ങളും ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചു. നിരത്തിലിറങ്ങിയ സ്വകാര്യ വാഹനങ്ങളും തടഞ്ഞു. സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിലുണ്ടായ സംഘർഷത്തിൽ മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ പരിക്കേറ്റു. കാസർഗോഡ് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് അർദ്ധരാത്രി പിന്നിട്ട ശേഷം പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസ് ഹർത്താലിൽ വ്യാപക അക്രമമാണ് സംസ്ഥാനത്തുണ്ടായത്. കെഎസ്ആർടിസി ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായ സാഹചര്യത്തിൽ തിരുവനന്തപുരം, പാലക്കാട് എന്നീ ജില്ലകളിൽ കെഎസ്ആർടിസി സർവീസ് നിർത്തിവച്ചു. രാവിലെ നിരത്തിലിറങ്ങിയ സ്വകാര്യ ബസ്സുകൾ, ഓട്ടോ, ടാക്സി എന്നിവയും ഹർത്താൽ അനുകൂലികൾ പലയിടത്തും തടഞ്ഞു. കലൂരിൽ കട തുറക്കാനെത്തിയ വ്യാപാരിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമമുണ്ടായി. കോഴിക്കോട് വ്യാപാരിയെ കടയിലിട്ട് പൂട്ടി. പലയിടത്തും തുറന്ന കടകൾ പ്രതിഷേധക്കാർ അടപ്പിച്ചു. ദേശീയപാത ഉപരോധിച്ചും ഹർത്താൽ അനുകൂലികൾ പ്രതിഷേധിച്ചു. ഹർത്താലിന്റെ ഭാഗമായി സ്കൂളുകൾ അടഞ്ഞുകിടന്നു. സർവകലാശാലകൾ പരീക്ഷകൾ മാറ്റിവെച്ചു. കൊല്ലം ശാസ്താംകോട്ടയിൽ സിവിൽ പോലീസ് ഓഫീസറെ ഉൾപ്പെടെ ഹർത്താൽ അനുകൂലികൾ മർദ്ദിച്ചു. എന്നാൽ പലയിടത്തും പോലീസ് ബദൽ സംവിധാനങ്ങൾ ഒരുക്കി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. സമരക്കാർ നടത്തിയ കല്ലേറിൽ 2 മാധ്യമപ്രവർത്തകർക്കടക്കം പരിക്കേറ്റു. മനോരമ ന്യൂസ്, 24 ന്യൂസ് എന്നീ ചാനലുകളിലെ ക്യാമറാമാൻമാർക്കാണ് പരിക്കേറ്റത്. സംസ്ഥാന വ്യാപകമായ ഹർത്താലിലെ അക്രമത്തിന്റെ ഭാഗമായി നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അറസ്റ്റിലായിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ വസന്തകുമാറിന്റെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കും. ഇന്നത്തെ മന്ത്രിസഭായോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. കേരള വെറ്ററിനറി സർവകലാശാലയ്ക്കു കീഴിലെ പൂക്കോട് കേന്ദ്രത്തിൽ താൽക്കാലിക ജീവനക്കാരിയാണ് വസന്തകുമാറിന്റെ ഭാര്യ ഷീന. ജോലി സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യം സർക്കാർ പരിഗണിക്കും. വസന്തകുമാറിന്റെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവും സർക്കാർ ഏറ്റെടുക്കുകയോ കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്രവേശനം ഉറപ്പാക്കുകയോ ചെയ്യും. കുൽഭൂഷൺ ജാദവ് കേസിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇന്നും വാദം തുടരും. 2ാം ദിനമായ ഇന്ന് പാകിസ്ഥാന്റെ വാദം. ജാദവ് ചാരനാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുമെന്ന് പാകിസ്ഥാൻ. 3ാം ദിവസം ഇന്ത്യയും 4ാം ദിവസം പാകിസ്ഥാനും മറുപടി നൽകും. ഇന്ത്യക്കായി ഹാജരാകുന്നത് മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെയാണ്. കുൽഭൂഷൺ ജാദവിനെതിരെ പാക് സൈനിക കോടതി വിധിച്ച വധശിക്ഷ റദ്ദാക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. പാകിസ്ഥാന്റെ ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് ഇന്ത്യ അറിയിച്ചിരുന്നു. ചാരവൃത്തി ആരോപിച്ച് പാകിസ്ഥാനിലെ പട്ടാള കോടതിയാണ് 2017 ഏപ്രിലിൽ ഇന്ത്യക്കാരനായ കുൽഭൂഷൺ ജാദവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഷുക്കൂർ കേസിൽ വിചാരണ ഏത് കോടതിയിൽ വേണമെന്ന കാര്യത്തിൽ തലശ്ശേരി സെഷൻസ് കോടതി ഇന്ന് തീരുമാനമെടുക്കും. എറണാകുളം CJM കോടതിയിലേക്ക് വിചാരണ മാറ്റണമെന്ന് CBI ആവശ്യപ്പെട്ടിരുന്നു. P. ജയരാജൻ, TV രാജേഷ് ഉൾപ്പെടെ 6 പേർ നൽകിയ വിടുതൽ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കും. തെളിവുകളെയോ സാക്ഷികളെയോ ഇല്ലാതെ ഗൂഢാലോചന കുറ്റം ചുമത്തിയ CBI നടപടിയാണ് ഹർജിയിൽ ചോദ്യം ചെയ്യുന്നത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നീക്കമായതിനാൽ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് വിടുതൽ ഹർജിയിലെ ആവശ്യം. വായ്പാ കുടിശ്ശികയുടെ പേരിൽ സ്ഥലവും വീടും ലേലം ചെയ്ത ബാങ്ക് നടപടിക്കെതിരെ കളമശ്ശേരിയിലെ പ്രീത ഷാജിയുടെ ഭർത്താവ് മാന്തോട്ടത്തിൽ ഷാജി സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. വ്യവസ്ഥകൾ ലംഘിച്ചാണ് ബാങ്ക് ഭൂമി ലേലം ചെയ്തതെന്നാണ് ഹർജിയിലെ ആരോപണം. നിയമത്തിലെ വ്യവസ്ഥകൾ ബാങ്ക് പാലിച്ചില്ലെന്നും നടപടിക്രമങ്ങൾ ലംഘിച്ചുവെന്നും വാദത്തിനിടെ ഹൈക്കോടതിയും വ്യക്തമാക്കിയിരുന്നു. ഡെബിറ്റ് റിക്കവറി ട്രിബ്യൂണലിന്റെ അനുമതി ലഭിച്ച് 3 വർഷത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥയാണ് ലംഘിച്ചത്. ജപ്തിക്കെതിരെ പ്രീത ഷാജിയും കുടുംബവും ഏറെ നാളായി സമരത്തിലാണ്. ലേലം ചെയ്ത ഭൂമിയിൽ നിന്നും കുടുംബത്തെ കുടിയൊഴിപ്പിക്കാൻ നടത്തിയ നീക്കം സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായ BSNL 4G സ്പെക്ട്രം അനുവദിക്കുന്നില്ല എന്നാരോപിച്ച് ജീവനക്കാർ നടത്തുന്ന സമരം 2ാം ദിവസത്തിലേക്ക്. ജിയോ അടക്കമുള്ള സ്വകാര്യ ടെലികോം സർവീസുകൾക്ക് വേണ്ടിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തെ കേന്ദ്ര സർക്കാർ നശിപ്പിക്കുന്നതെന്നാണ് ജീവനക്കാർ ആരോപിക്കുന്നത്.
രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന ടെലകോം സർവീസാണ് BSNL എങ്കിലും ഇപ്പോഴും 3G സർവീസിലാണ് BSNL സേവനം നൽകുന്നത്. അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ജിയോ അടക്കമുള്ള സ്വകാര്യ നെറ്റ്വർക്കുകൾക്ക് വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിലൊരു ഒത്തുകളി നടത്തുന്നതെന്നാണ് ജീവനക്കാർ ആരോപിക്കുന്നത്. സമരം ചെയ്യുന്ന ജീവനക്കാരുടെ സംയുക്ത സമരസമിതിയുടെ സംസ്ഥാന കൺവീനർ C. സന്തോഷ് കുമാർ. BSNLനെ പൂട്ടുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതായി ഇപ്പോൾ പത്രവാർത്ത വന്നിട്ടുണ്ട്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങളും ഇപ്പോൾ അത്തരത്തിൽ വിചാരിക്കുകയാണ്, ഗവൺമെന്റ് ലക്ഷ്യം അത് തന്നെയാണ്. അതുകൊണ്ടാണ് BSNL ഇപ്പോൾ 4G അനുവദിക്കാത്തത്. കേന്ദ്ര സർക്കാർ തീരുമാനപ്രകാരം കമ്പനിയായി BSNLനെ മാറ്റിയിട്ട് 19 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ സർക്കാരിന്റെ ആസ്തികളൊന്നും തന്നെ BSNLന് കൈമാറിയിട്ടില്ലെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു. ഇതുവഴി 2000 കോടി രൂപയുടെയെങ്കിലും നഷ്ടം പ്രതിവർഷം ഇന്ത്യയിൽ ഉണ്ടാകുന്നു എന്നാണ് ജീവനക്കാരുടെ വിലയിരുത്തൽ. റിലയൻസ് പോലുള്ള സ്വകാര്യ കമ്പനികളോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് BSNL മാറുക, സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ടാക്കുക, അത്യാവശ്യം വേണ്ട സർവീസ് അനുവദിക്കാതിരിക്കുക, ഇതെല്ലാമാണ് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലപാട്. ഇത് സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത്. 95% ജീവനക്കാരെയും പ്രതിനിധീകരിക്കുന്ന 7ഓളം സംഘടനകൾ ചേർന്നാണ് പണിമുടക്ക് നടത്തുന്നത്. മുമ്പ് ജീവനക്കാർക്ക് മന്ത്രി അടക്കമുള്ളവർ നൽകിയ ഉറപ്പ് പാലിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.